ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4-5 ദിവസത്തെ ഓട്ടപ്പാച്ചിലിനൊടുവിൽ നമ്മൾ ആ ദിവസം എത്തിയിട്ടുണ്ട്. റിലാക്സ് ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു ദിവസം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇതുപോലെ കിടന്ന് ഓടണ്ട. അപ്പോൾ ഇന്നാണ് നമ്മൾ ഈ വീട്ടിൽ നമ്മുടെ പുതിയ റെൻറ്റ് ഹൗസിൽ താമസം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഒരുക്കമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വിളക്കൊക്കെ തേച്ച് വിളക്ക് കത്തിക്കാനായിട്ട് പോകാട്ടോ. വിളക്കൊക്കെ ഒരുക്കി വെച്ചേക്കുക. നീലൂട്ടൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ചെറുതായിട്ടൊരു പാലങ്ങോട്ട് കാച്ചിയിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരത്തെ എടുത്ത വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരുന്നു തുടക്കം കേട്ടോ. വിളക്കൊക്കെ കത്തിച്ച് രാവിലെ കുളിച്ച് വിളക്ക് കത്തിച്ച് ഒരു കവറ് പാല് വാങ്ങിച്ച് പാലൊക്കെ കാച്ചിയിട്ടാണ് അതേ സെയിം കലം തന്നെ കേട്ടോ. അന്ന് പാല് കാച്ചാൻ വേണ്ടി വാങ്ങിച്ച അതേ സെയിം കലം തന്നെ ഇന്നും എടുത്തേക്കുന്നത്, ഇപ്രാവശ്യം എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പാല് കാച്ചാനായിട്ട് പോകാട്ടോ. നമ്മുടെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് നമ്മുടെ ചാനൽ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. നീ വരണം. നമ്മൾ എന്താ ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൈ തൊട്ട് പ്രാർത്ഥന. പോയി ഗ്യാസൊക്കെ തീർന്നത് ഇച്ചിരി ഉണ്ടല്ലോ. ചുവപ്പ് നല്ല രീതിയിൽ കത്തുന്നുണ്ടായിരുന്നു. എന്റെ നമ്മളെ വീട്ടിലും ചുമന്ന് ശരിക്കും കത്തി. അപ്പൊ എടുക്കാന്ന് പറഞ്ഞ് ഇരുന്നാണ് 29 ദിവസം വരെ. അല്ല, ഇന്ന് തീരുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞായറാഴ്ച തീരുള്ളൂ ഇവിടെ. നമുക്ക് ഞായറാഴ്ച തീരും. പാലൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് അതിന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അത് എങ്ങോട്ടാണ് തിളച്ച് മറിയുന്നതെന്നൊക്കെ അറിയാനായിട്ട്. എവിടെ പാല് കാച്ചാണെങ്കിലും അതിപ്പോൾ പുതിയ വീടുകളിലാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. പുതുതായിട്ട് വീട് വെച്ച് താമസിക്കാൻ തുടങ്ങുന്നതിൻ്റെ ദിവസം ഒരു പാല് കാച്ചുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ പറയും പോലെ നമുക്ക് ഒരു തുടക്കമാണല്ലോ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് മറിയുന്നതെന്ന് കാണാനായിട്ട് ഒരാഗ്രഹമായിരുന്നു. അങ്ങനെ പാലൊക്കെ കാച്ചി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഇന്നലെ രാത്രിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മയും ഞാനും ചേട്ടയും നീലൂസേ ഉള്ളൂ. ഇനി ചേട്ടന്മാരും ചേട്ടത്തിയൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പാലിവിടെ തിളച്ച് തോന്നുന്നു. പാല് കാച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കടയിലൊക്കെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ. ആദ്യം അമ്പലത്തിൽ പോയിട്ട് പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കാപ്പി കുടിച്ചു. കാപ്പി നമുക്ക് കഴിക്കാനായിട്ട് മാഗി ആയിരുന്നു കേട്ടോ. അമ്മ മാഗിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും പിന്നെ കാപ്പി കുടിച്ചിട്ട് ഉച്ചക്കലത്തേനും നമുക്ക് എടുക്കുന്നത് ചിക്കൻ കറിയും ചോറും വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ സവാളയൊക്കെ അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം ഇത്രയും സ്ഥലമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നത് ഇത്രയും സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് മണ്ണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നേ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളം വീണ് പോവാനായിട്ട് ഉള്ളൊരു ഓവുണ്ട്. പക്ഷേ അതിനകത്ത് മണ്ണ് വീഴരുതെന്ന് നമ്മുടെ ഈ വീടിൻ്റെ ഓണർ
പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മണ്ണ് വീണ് കഴിഞ്ഞാൽ അത് അടഞ്ഞു പോവും, പിന്നെ നമുക്ക് വെള്ളം കെട്ടി നിൽക്കും, പിന്നെ വെള്ളം പോവാതാവും, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ കുറച്ച് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു, നല്ല മണ്ണൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ പണി തീർന്നതേ ഉള്ളൂ ഈ വീടിൻ്റെ അല്ല, അവർ മെയിൻ്റനൻസ് ചെയ്ത് ഒക്കെ റെഡി ആക്കിയതാട്ടോ. ടൈലൊക്കെ ഇട്ട് പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി. അപ്പോൾ കുറച്ച് മണ്ണ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഈ മണ്ണെല്ലാം കൂടെ ചവിട്ടി അകത്തോട്ട് കൊണ്ടുപോകും, അങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ എല്ലാം അങ്ങ് തൂത്തിടാമെന്ന് വിചാരിച്ചേ. തൂത്തിട്ട് സമയം കിട്ടും പോലെ അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചു. നല്ല പൊടിയുണ്ടായിരുന്നേ. പിന്നെ വേറൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ചൂട് കുറവുണ്ട് കേട്ടോ. അത് ഭയങ്കര ആശ്വാസം. അടുക്കളയുടെ ഭാഗത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് നിൽക്കുകയോ ഇരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അടുക്കളയുടെ ഈ ഒരു ഭാഗത്തു നിന്ന് ചെറിയ കാറ്റ് വീശും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാറ്റ് വീശും, നല്ല സുഖം അന്നേരം ഇവിടെ നിൽക്കാനായിട്ട്. അപ്പം ഞാൻ അവിടെ കിടന്ന മണ്ണും എല്ലാം തൂത്തുവാരി അപ്പുറത്തെ അപ്പുറത്തെ അയ്യത്തോട്ട് ഇടാനായിട്ട് പറ്റത്തില്ല, കാരണം അത് വേറെ ആളിൻ്റെ സ്ഥലമാണ് കേട്ടോ. ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിവരം അറിയും. അപ്പം ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ താമസിച്ചതിലും നല്ല വ്യത്യാസമുണ്ട്. അവിടെ നേരത്തെ താമസിച്ചെടുത്താണെങ്കിൽ കത്തിക്കാനും നമ്മുടെ വേസ്റ്റ് പേപ്പറൊക്കെ വരുന്നത് കത്തിക്കാനും ഒക്കെ പ്ലാസ്റ്റിക് കുഴപ്പമില്ല, പ്ലാസ്റ്റിക് എടുക്കാൻ നമ്മുടെ ഹരിതകർമ്മസേന അവർ വരുന്നുണ്ടല്ലോ. പക്ഷേ പേപ്പറൊക്കെ കത്തിച്ച് കളയുമായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കത്തിക്കാനുള്ള ഒരു സംവിധാനമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇനി പേപ്പറും പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർ എടുക്കുമോ എന്ന് ചോദിക്കണം. എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും കൊടുത്തേ പറ്റത്തുള്ളൂ, കാരണം അല്ലാതെ നമുക്ക് പേപ്പർ കളയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. വേസ്റ്റ് പേപ്പറുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പം അതും അങ്ങനെയും ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് തുണി നനയ്ക്കാനുള്ള സംവിധാനമുണ്ട്, തുണി വിരിച്ചിടാം. ഇവിടെ ഇത്രയും ഭാഗത്ത് വിരിച്ചിടാം. പിന്നെ കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേട്ടായി കയറൊക്കെ കെട്ടിത്തന്നു. ഞാൻ അതിന് ശേഷം അടുക്കളയിലോട്ട് കയറി വന്നു. അടുക്കളയൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ കഴിച്ച മാഗി കുറച്ച് ബാലൻസ്, മാഗിയല്ല ഇപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് പറയുമ്പോൾ ഇപ്പി ഇന്ന് വരത്തില്ല, മാഗിന്നേ പറയത്തുള്ളൂ. മാഗി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, ഞാൻ പിന്നെ അത് പാത്രത്തിൽ കോരി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ കഴുകി വെച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ മെയിൻ പരിപാടി, ഞാൻ ആകെ കൊണ്ടുവന്നിട്ടുള്ളത് കറിവേപ്പാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ അത് കറിവേപ്പ് ചെറിയൊരു ചട്ടിക്കകത്താണ് ഇരിക്കുന്നത്. അതിനെ എടുത്ത് നമ്മുടെ വലിയ ബക്കറ്റ് കറുത്തല്ലല്ലോ പച്ച ബക്കറ്റിലോട്ട് നട്ടു വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി അതങ്ങനെ ഇരുന്നിട്ട് ഇനി വാടി നശിച്ചു പോകണ്ട എന്ന് കരുതി. അപ്പം കറിവേപ്പും നട്ടു വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതാ കണ്ടില്ലേ, 2, 3, 4 മൂട് കറിവേപ്പുണ്ട്. അത് 4 കൂടെ ഞാൻ ഒരുമിച്ചാട്ടോ നട്ടു വെച്ചേക്കുന്നത്. എങ്ങനെ ആവും എന്തോ ആവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും കിളിച്ച് വരട്ടെ. പിന്നെ അത് മാത്രമേ ഉള്ളൂ കൃഷി എന്ന് പറയാനായിട്ട് ഇപ്പോൾ നിലവിൽ. കൂടുതൽ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം എന്താ പറയുക, നമുക്ക് ഇവിടെ വയ്ക്കാനും ഒന്നുമുള്ള ഒരു സംവിധാനം അധികം ഇല്ല. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അത് കുറച്ച് നാളൂടെ കഴിഞ്ഞിട്ട് ഇനി ആലോചിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ടൊക്കെ പോയി. എല്ലാവരും ഉണ്ടായിരുന്നു, ചേട്ടന്മാരും എല്ലാവരും വന്നിട്ട് വൈകിട്ടൊക്കെയാണ് കേട്ടോ പോയത്. രാവിലെ വന്നിട്ട് അവരെല്ലാവരും വൈകിട്ടാണ് പോയത്. അപ്പം എൻ്റെ കറിവേപ്പൊക്കെ ഞാൻ നട്ടുവെച്ചു. ഇനി ഓരോ ദിവസത്തെയും വരും ദിവസങ്ങളിലെ ക്ലീനിങ് വ്ളോഗും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.